ഹായ് ഫ്രണ്ട്സ്, ഇത് മിഷൻ LTC 2017 നാലാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കാണ്. അതായത് സാധാരണ പലിശ, അതുപോലെ കൂട്ടുപലിശ. മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കാണാറുണ്ട്. ഈ വീഡിയോയിൽ സ്റ്റാൻഡേർഡ് മെത്തേഡും അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ട്രിക്കി മെത്തേഡും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അധിക സമയം മെനക്കെടാതെ തന്നെ നിങ്ങൾക്ക് ഈ ട്രിക്കി മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സാധാരണ പലിശ കാണാനുള്ള പ്രോബ്ലംസ് ആണ് ആദ്യം ചെയ്യുന്നത്. പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻസ് ആണ് PNR ഡിവൈഡ് ബൈ 100. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് I ആണ്. പലിശ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് മുതലും പ്രിൻസിപ്പൽ എമൗണ്ട്. അതുപോലെ N എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് വർഷത്തെയാണ്. അതുപോലെ R എന്ന് പറയുന്നത് പലിശ നിരക്കിനെയും കാണിക്കുന്നു. അപ്പോൾ ഇതാണ് PNR ഡിവൈഡ് ബൈ 100 ആണ്. അതുപോലെ വർഷം നമുക്ക് തരാതെ ബാക്കിയുള്ള എല്ലാം തന്നാൽ നമുക്ക് വർഷം കാണാനാണ് I × 100 ഡിവൈഡ് ബൈ P × R. അതുപോലെ മുതൽ തന്നിട്ട് മുതൽ കാണാനുള്ള ഇക്വേഷൻസ് ആണ്, പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻസ് ആണ് I × 100 ഡിവൈഡ് ബൈ N × R. അതുപോലെ പലിശ നിരക്ക് കാണാനുള്ള ഇക്വേഷൻസ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ പലിശ നിരക്ക് കാണാനാണ് I × 100 PN എന്ന ഈ ഇക്വേഷൻസ്. ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രോബ്ലംസ്. ഇതിൽ ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്ന് പ്രോബ്ലംസ് വരാറ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പ്രോബ്ലം, ഒരു നിശ്ചിത തുക 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയും ആയാൽ മുതൽ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ 3 വർഷത്തെ പലിശ തന്നിട്ടുണ്ട്. 3 വർഷത്തെ പലിശയും മുതലും കൂടി ചേർത്തിട്ടാണ് 2600 എന്നിവിടെ തന്നിട്ടുള്ളത്. 2600 നമ്മൾ എടുക്കുന്നത്. അതുപോലെ 4 വർഷത്തെ പലിശയും മുതലും 2800 തന്നിട്ടുണ്ട്. അത് തന്നാൽ നമുക്ക് ഒരു വർഷത്തെ പലിശ കാണാൻ പറ്റുന്നുണ്ട്. 2800 മൈനസ് 2600 എന്ന് നമുക്ക് ഒരു വർഷത്തെ പലിശ കിട്ടും. ആ ഒരു വർഷത്തെ പലിശ 3 വർഷത്തെ പലിശ ആകുമ്പോൾ 3 × 200 അടിച്ചാൽ നമുക്ക് 600 എന്ന് കിട്ടുന്നുണ്ട്. ആ 600 നമ്മൾ ഈ 2600 3 വർഷത്തെ മുതലും പലിശയിൽ നിന്നും 3 വർഷത്തെ പലിശ മാത്രം കുറച്ചാൽ നമുക്ക് 2000 രൂപ എന്ന് മുതലും കിട്ടും. ആ മുതലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ 2000 രൂപ എന്നാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നിശ്ചിത തുക 12% സാധാരണ പലിശ നിരക്കിൽ 3 വർഷം ഒരു ബാങ്ക് നിശ്ചയിച്ചപ്പോൾ പലിശ 4320 രൂപ കിട്ടിയെങ്കിൽ നിക്ഷേപിച്ച തുക എന്ത്? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ഇക്വേഷൻസ് P = I × 100 ഡിവൈഡ് ബൈ NR ആണ്. കാരണം ഇവിടെ തുകയും പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് നോക്കാം. ഇനി അപ്ലൈ ചെയ്ത് നോക്കാം. 4320 രൂപ എന്ന് പറയുന്നത് പലിശയാണ്. പലിശ ഇവിടെ തന്നിട്ടുണ്ട്. × 100. N എന്ന് പറഞ്ഞ് ഇവിടെ 3 വർഷം തന്നിട്ടുണ്ട്. അതുപോലെ 12 എന്ന് പറഞ്ഞ് 12% പലിശ, സാധാരണ പലിശ തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് 4,32,000 ഡിവൈഡ് ബൈ 36 എന്ന് കിട്ടും. ഇവിടെ ഹരണം ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കാര്യം ചെയ്താൽ മതി. ഈ 3 0 ഒഴിവാക്കാം. എന്നിട്ട് ഈ 432 എന്നുള്ളത് നമുക്ക് 360 + 72 എന്നാക്കിയാൽ മതി. കാരണം
ഇത് 36 കൊണ്ട് നിസ്സേഷം പെട്ടെന്ന് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് 360. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 10 ആണ് 360. പ്ലസ് 72 എന്ന് പറഞ്ഞാൽ 2 എന്നാവും. അപ്പോൾ ഇവിടെ നമുക്ക് 36 12 എന്ന് കിട്ടും. 12ന്റെ കൂടെ ഈ 0 കൂട്ടിയാൽ 3 0 കൂട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് 12,000. ഇതുപോലെ ഏത് സംഖ്യയാണെങ്കിലും ആ സംഖ്യയോട് അടുപ്പിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ 360 പ്ലസ് 72 കൊടുത്ത പോലെ ഏത് സംഖ്യയാണോ ഏറ്റവും ഹരണം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ആക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിത് വേറൊരു മെത്തേഡിൽ നോക്കാം. ഒരു വർഷത്തെ പലിശ നിരക്ക് 12%. 12% ഒരു വർഷത്തെ പലിശ നിരക്ക്. 3 വർഷത്തെ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 3 × 36 ആണ്. അപ്പോൾ 36% എന്ന് പറയുന്നതാണ് ഈ 4,320 രൂപ എന്ന് പറയുന്നത് 36%. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നിക്ഷേപിച്ച തുകയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 4,320 രൂപക്ക് തുല്യമാണ് 36% എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ 36% തന്നിട്ടുണ്ടെങ്കിൽ അതിന് 100% കാണാനുള്ള ഇക്വേഷൻസ് ആണ് ഇത്. ഇവിടെ ഈ ശതമാനം നിർത്തിയിട്ട് ഇവിടെയുള്ള ഈ 36 ഇങ്ങോട്ട് വരുമ്പോൾ അത് ഡിവൈഡ് ബൈ 36 ആവും. അപ്പോൾ 1% കിട്ടും നമുക്ക്. 1% ഇൻറ്റു 100 വെച്ചാൽ 100%. അപ്പോൾ നമുക്ക് 12,000 കിട്ടും. ആദ്യം ഒരു വർഷത്തെ പലിശ നിരക്ക് 12% എടുക്കുക. അത് 12 എടുക്കുക. 3 വർഷത്തെ പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ 3 × 12 36 ആവും. ഈ 36% 4,320 രൂപ എന്ന എമൗണ്ട്. 4,320 രൂപ 36% തുല്യമാണെങ്കിൽ 1% എന്ന് പറയുന്നത് 4,320 ഡിവൈഡ് ബൈ 36 ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് 100% ആണല്ലോ. ആ 100% എന്ന് പറയുന്നത് 4,320 ഡിവൈഡ് ബൈ 36 ഇൻറ്റു 100 ആയിരിക്കും. അപ്പോൾ നമുക്ക് 12,000 എന്ന് ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇക്വേഷൻസ് അറിയാത്തവർ, അത് മനസ്സിൽ നിൽക്കാത്തവർ ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്താലും ആ ഒരു ആൻസർ കിട്ടുന്നതാണ്. ഈ വേറെ ക്വസ്റ്റ്യന്, ഒരാൾ 5,000 രൂപ 10% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ 1,000 രൂപ പലിശ നിരക്ക് കിട്ടിയെങ്കിൽ എത്ര വർഷത്തേക്കാണ് നിക്ഷേപം നടത്തിയതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വർഷം കാണാൻ ഇവിടെ ഇക്വേഷൻസ് I × 100 ഡിവൈഡ് ബൈ PR ആണ്. അത് നമുക്ക് അപ്ലൈ ചെയ്താൽ ഇവിടെ 2 വർഷമെന്ന് ആൻസർ കിട്ടും. ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. 1000 × 100 ഡിവൈഡ് ബൈ 5,000 × 10. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻസ് നോക്കാം. ഇവിടെ P1 + R × 100 N എന്നാണ്. N എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷമാണ്. R എന്ന് പറഞ്ഞാൽ റേറ്റ്, P എന്ന് പറഞ്ഞ മുതലും ആണ് ഇവിടെ കാണേണ്ടത്. ഹാഫ് ഇയറിൽ കാണാൻ ഇവിടെ 2 × N ആണ്. 2 × എത്രയാണ് വർഷം? 4 വർഷമാണെങ്കിൽ 2 × 4 ആണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ ക്വാർട്ടർലി കാണാനാണെങ്കിൽ 4. ഇവിടെ ഹാഫ് ഇയർലി 200 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ക്വാർട്ടർലി ആണെങ്കിൽ 400 ഡിവൈഡ് ചെയ്യണം. 4 × എത്ര വർഷമാണോ അതും കാണാൻ ഈ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. 20% കൂട്ടുപലിശ കിട്ടുന്ന ബാങ്കിൽ എത്ര രൂപ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിയുമ്പോൾ 1,440 രൂപ കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് മുമ്പ് ഒരു PSC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 20% കൂട്ടുപലിശ കിട്ടുന്ന ബാങ്കിൽ എത്ര രൂപ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിയുമ്പോൾ 1,440 രൂപ കിട്ടും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാണ് അതിനുള്ള ഇക്വേഷൻസ്. ഈ കാണുന്നതാണ്
നമുക്ക് വർഷം മുതൽ കാണാനുള്ള ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ചെയ്ത് നോക്കിയാൽ ഇത് അപ്ലൈ ചെയ്താൽ 1440 ഡിവൈഡ് ബൈ 1 + 2 ഡിവൈഡ് ബൈ 100 സ്ക്വയർ 2 എന്ന് സ്ക്വയർ കിട്ടും. അത് നമ്മൾ അപ്ലൈ ചെയ്താൽ ഇവിടെ ഈ ഒരു ട്രിക്ക്, ഈ മെത്തേഡ് മനസ്സിലാകാത്തവർ, ഇതെങ്ങനെ കിട്ടി 12 എങ്ങനെ കിട്ടിയെന്ന് അറിയാത്തവർക്ക് 1 × 10 10 പ്ലസ് 2 12, അങ്ങനെ 12 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു 12 ഡിവൈഡ് 10 അത് ഇങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ വരുമ്പോൾ ഈ 10 എന്നുള്ളത് മുകളിൽ വരികയും 12 എന്നുള്ളത് താഴെ വരികയും ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10 ഡിവൈഡ് ബൈ 12 10 ഡിവൈഡ് 12. അതിവിടെ സ്ക്വയർ ആണ്, അപ്പോൾ 2 വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അറിയാത്തവരുണ്ടെങ്കിൽ എങ്ങനെ കിട്ടിയതെന്ന്, ഈ 12 ഡിവൈഡ് ബൈ 10 എങ്ങനെ കിട്ടിയതെന്ന് നോക്കുകയാണെങ്കിൽ 1 × 10 പ്ലസ് 2 കൂട്ടിയാൽ 12 ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടുന്നു. അതിൻ്റെ ആൻസർ 1000 രൂപയാണ്. നമുക്ക് ഇനി ഇത്രയും ഇക്വേഷൻസ് വെച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാം. അതാണ് a + b + a × b ഡിവൈഡ് ബൈ 100 എന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിളായി ചെയ്യാം. ഈ a എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് ആണ് a എന്ന് പറയുന്ന 20%. b എന്ന് പറയുന്നത് 2-ാം വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആവും 20%. a × b 2 ആ ഇൻട്രസ്റ്റ് റേറ്റും കൂട്ടിക്കഴിഞ്ഞാൽ ഗുണിച്ചു കഴിഞ്ഞ് ഡിവൈഡ് ബൈ 100 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് കിട്ടും. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 44% എന്ന് കിട്ടും. 44% ആണ് 2 വർഷത്തേക്ക് ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ്. ഈ 44%-ന് തുല്യമാണ് ഈ 100 ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് 1440 രൂപ കിട്ടുമെന്ന് പറയുന്നത്. ഈ 1440 രൂപ എന്ന് പറഞ്ഞത് 100% അയാളുടെ മുതലും പ്ലസ് ഈ 44% കൂടി ചേർന്നതാണ് ഈ 1440 രൂപ. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ 100%. എത്ര രൂപ നിക്ഷേപിച്ചാലാണ് അയാൾക്ക് 1440 രൂപ കിട്ടുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 1440 ഡിവൈഡ് ബൈ 145 × 100 എന്ന് പറഞ്ഞാൽ 1000 രൂപ നമുക്കൊന്ന് കിട്ടും. കാരണം ഇവിടെ 144% ആണ് 1440. അപ്പോൾ 1% കാണാൻ 1440 ഡിവൈഡ് ബൈ 144 എന്ന് ചെയ്താൽ മതി. ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 100% അയാൾ നിക്ഷേപിച്ച തുക, അതാണ് 1000 രൂപ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു രീതിയാണ് ഈ ഒരു മെത്തേഡ്. കാരണം ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ സമയം നമുക്ക് ഒരുപാട് നഷ്ടപ്പെടുകയും നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസ് നോക്കാൻ സമയം കിട്ടാതെ വരികയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ ഒരു നിശ്ചിത തുക ആദ്യത്തെ 3 വർഷത്തെ പലിശ നിരക്ക് 6%, പിന്നീടുള്ള 5 വർഷത്തേക്ക് 9%, അതിനുശേഷമുള്ള കാലയളവിൽ 13% നിരക്കിലും കടമെടുത്തു. 11 വർഷങ്ങൾക്ക് ശേഷം അയാൾ 8160 രൂപ പലിശയായി നൽകേണ്ടി വന്നുവെങ്കിൽ കടമെടുത്ത തുക എത്ര? ഇതിൽ അധികം ജസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കി ഒന്ന് അവിടെ സൈഡിൽ എന്തെല്ലാമാണ് തന്നിട്ടുള്ളത് അതൊന്ന് എഴുതി വെക്കുക. നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തുള്ള 3 വർഷത്തെ പലിശ നിരക്ക് തന്നിട്ടുണ്ട്. 3 വർഷത്തെ പലിശ നിരക്ക് 3 × 6% 3 വർഷത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ 18% തന്നിട്ടുണ്ട്. പിന്നീട് 5 വർഷത്തെ പലിശ നിരക്ക് തന്നിട്ടുണ്ട് 9%. അത് 9% തന്നിട്ടുണ്ട് 45%. അപ്പം 5 വർഷത്തേക്ക്.
അവസാന 3 വർഷത്തെ പലിശ നിരക്ക് തന്നിട്ടുണ്ട് 13%. 13% × 3 39 ഉണ്ട്. പിന്നീട് ഇവൻ നമ്മൾ ടോട്ടൽ ചെയ്യുക എത്ര ശതമാനം, ഇത് മൂന്നും ടോട്ടൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 102%. നമ്മോട് ചോദിച്ചിട്ടുള്ളത് അയാൾ കടമെടുത്ത തുകയാണ്. കാരണം ഈ 8160 രൂപ എന്ന് പറയുന്നത് നമുക്ക് 102% കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 102%, ഈ 8160 രൂപ എന്ന് പറയുന്നത് 102% തുല്യമാണ്. 102% തുല്യമാണ്. നമുക്കിതിൻ്റെ 100%ആണ് കാണേണ്ടത്. നമ്മൾ കടമെടുത്ത തുകയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം 8160 രൂപേൻ്റെ 1% കാണണമെങ്കിൽ 8160 രൂപ ഡിവൈഡ് ബൈ 102, 102 × 100 എന്ന് 102 കണ്ടാൽ നമുക്ക് 1% കിട്ടും. × 100 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മുതൽ കിട്ടും 8000 രൂപ. അപ്പോൾ അയാൾ 8000 രൂപയാണ് കടമെടുത്തത്. അയാൾ കടമെടുത്ത രൂപ 8000 ആണ്. അയാൾ ഇപ്പോൾ കൊടുത്ത തുക 8160 രൂപ അയാൾ പലിശയായി കൊടുത്തു 11 വർഷത്തെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 8000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് 10% പലിശ നിരക്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? 8000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് 10% പലിശ നിരക്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. ഇക്വേഷൻ ബേസിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പറയുന്നത് ഇതാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ 80 രൂപ എന്ന് കിട്ടും. പക്ഷെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിളായിട്ട് നമുക്കൊരു ചെറിയ ട്രിക്കിലൂടെ ചെയ്യാം. അത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ നേരത്തെ ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട്, a + b + a × b ഡിവൈഡ് ബൈ 100. അത് നമ്മൾ ചെയ്യുക a × b ഡിവൈഡ് 100 എന്ന ഇക്വേഷൻ മാത്രം എടുക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് അപ്ലൈ ചെയ്ത് നോക്കുക. 10 × 10 ഡിവൈഡ് 100 എന്ന് പറഞ്ഞാൽ നമുക്ക് 1% എന്ന് കിട്ടും. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് 1%. 2 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1% ആണ്. ഇനി നമുക്ക് നോക്കാം ഈ 8000 1%, 8000ൻ്റെ 1% നോക്കുക, അത് 80 രൂപ വരും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലുമായി ഒരു പെന്നോ പേപ്പറോ തന്നെ ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 8% പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ AB എന്നവർ ഒരേ ബാങ്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. A സാധാരണ പലിശയും B കൂട്ടുപലിശയുമാണ് നിക്ഷേപം നടത്തിയത്. Bക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ Aയേക്കാൾ 128 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ അവർ നിക്ഷേപിച്ച തുക എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഒരു ഇക്വേഷൻസ്, ഇത്രയും വലിയൊരു പാരഗ്രാഫിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നമ്മൾ നേരത്തെ ചെയ്ത ട്രിക്കി മെത്തേഡ് a × b ഡിവൈഡ് ബൈ 100. കാരണം ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം എത്രയാണത്. 8 × 8 ഡിവൈഡ് ബൈ 100 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 64% എന്ന് കിട്ടും. നമുക്കറിയാം ഈ 64% എന്ന് പറയുന്നത് 128 തുല്യമാണ്. 0.64% എന്ന് പറയുന്നത് ഈ 128 തുല്യമാണ്. അപ്പോൾ നമുക്ക് 128 ഡിവൈഡ് ബൈ 0.64 എന്ന് പറഞ്ഞാൽ നമുക്ക് 1% കിട്ടും. 1% കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 100% കാണാൻ എളുപ്പമാണല്ലോ. അത് × 100 കൊടുത്താൽ പോരാ. അപ്പോൾ ഈ ഒരു ട്രിക്ക് മറ്റുള്ള ഇക്വേഷൻസും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ ദശാംശ സംഖ്യ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 0 ഒഴിവാക്കി നിങ്ങൾക്ക് അരിക്കാവുന്നതാണ്. അതിൻ്റെ ക്ലാസ് ഇനി വരുന്നുണ്ട്. ദശാംശ സംഖ്യകളും മറ്റുള്ള ഭിന്നസംഖ്യകളും ഹരിക്കേണ്ടും ഗുണിക്കേണ്ടും ക്ലാസ്സുകൾ ഇനി അടുത്ത തുടർന്ന ക്ലാസ്സുകൾ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ ടൈം ഒരുപാട് ലാഭമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ. മറ്റുള്ള മെത്തേഡ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട്.
ഇനി നമുക്ക് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. 8% സാധാരണ പലിശ നിരക്കിൽ 7,500 രൂപ ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം? ഇവിടെ ഇരട്ടിയാകുന്നതിന് ഒരു ഇക്വേഷൻസ് ഉള്ളൂ. ആ ഇക്വേഷൻസ് ആണ് 100 ഡിവൈഡ് ബൈ എത്രയാണോ പലിശ നിരക്ക്, ആ പലിശ നിരക്ക് കൊടുത്താൽ ഇവിടെ വർഷം കിട്ടും. 12 ഡിവൈഡ് ബൈ. അതുപോലെ തന്നെ ഇവിടെ വർഷം തന്നിട്ടുള്ളത് എങ്കിൽ ഇവിടെ 12 ഡിവൈഡ് ബൈ നമുക്കൊരു ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആ രീതിയിൽ ചെയ്തു നോക്കാം. 12.5 വർഷം കൊണ്ട് 7,500 രൂപ ഇരട്ടിയായാൽ പലിശ നിരക്ക് എത്ര? ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് തിരിച്ചിട്ടു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ 100 ഡിവൈഡ് ബൈ 12.5 എന്ന് പറയുന്നത് 8% പലിശ 8% അതിൻ്റെ പലിശ നിരക്ക് വരിക 12 വർഷം കൊണ്ട് ഇരട്ടിയാണെങ്കിൽ. അതുപോലെ ഇവിടെ 8% ആണെങ്കിൽ 12 വർഷം കൊണ്ട് ഇരട്ടിയാകുമെന്നുണ്ട്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും 100 മേലെ വരേണ്ടത്. ഡിവൈഡ് ബൈ നമ്മളെ വർഷം അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഇരട്ടിയാണ്ട റേറ്റ് കൂട്ടും. ഇരട്ടിയാണ്ട തുക റേറ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ വർഷം നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഈ ഒരു 100 എന്ന് നമ്മൾ ആലോചിച്ചാൽ ആ മുകളിൽ വരുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.